നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ഇൻകം ഇങ്ങനെ ഉയരാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ കുറേ സമ്പാദിച്ച് ചിലപ്പോൾ കുറേ പൈസ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ കൂടുതലൊക്കെ പൈസ നമുക്ക് കിട്ടിയിട്ടും പല ചിലവുകളും അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് നമ്മൾ എത്രയാണോ സാധാരണ ഏൺ ചെയ്യുന്നത് അത്രയും ഇൻകത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഇൻകം ഉയരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ തിരിച്ച് അതേ ഇൻകത്തിലേക്ക് വരുന്നതിന് കാരണം നിങ്ങളുടെ എനർജറ്റിക് മിനിമം ഉയരാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ എനർജറ്റിക് മിനിമം എന്ന് പറയുന്നത്? ഈ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വളരെ കംഫർട്ടബിളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഇൻകത്തിനെയാണ് നമ്മൾ എനർജറ്റിക് മിനിമം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ തെർമോസ്റ്റാറ്റ് പോലെയാണ്. അതായത് പുറത്ത് എന്തൊക്കെ സംഭവിച്ചാലും ഇൻറ്റേർണലി നമ്മൾ പുറത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ശ്രമിച്ചാലും ഇൻറ്റേർണലി നമ്മൾ അതേ സെറ്റ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ എനർജറ്റിക് മിനിമം എങ്ങനെ ഉയർത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ എനർജറ്റിക് മിനിമം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അതായത് ഈ ഇൻകം ചിലപ്പോൾ നമ്മൾ 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ നമ്മൾ അഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റൊക്കെ എഴുതുമ്പോൾ എഴുതും അല്ലേ, 3 ലക്ഷം രൂപ എനിക്ക് ഇത്ര വേണം എന്നൊക്കെ. പക്ഷേ നമ്മൾ ഉള്ളിനുള്ളിൽ അങ്ങനെയൊക്കെ എഴുതിയാലും എവിടുന്നോ നമ്മൾ അത് ഇത് നടക്കുമോ അല്ലെങ്കിൽ ഇത് ഈ ഒരു പൈസ എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു പരിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ എനർജറ്റിക് മിനിമം ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്കിങ്ങനെ എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്നതിൽ കൂടുതലാണ് എമൗണ്ട് എഴുതുന്നത് എന്നുള്ളൊരു ഗിൽറ്റ് വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പൈസ കൂടുതൽ കിട്ടുമ്പോൾ ഒരു ഭയം തോന്നുന്നുണ്ടോ? അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരുപാട് പണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവീസിന് ഇത്രയൊക്കെ പണം ചാർജ് ചെയ്യാമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു കൗൺസിലിംഗ് ചെയ്യുമ്പോൾ പെർ അവർ ചാർജ് ചെയ്യുന്നത് ഇത്രയും പൈസ നമ്മൾ ഒരിക്കലും ചാർജ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ഒരു കുറഞ്ഞ എമൗണ്ട് മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിനുള്ള വേർത്തില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഫീലിങ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജറ്റിക് മിനിമം എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ എനർജറ്റിക് മിനിമം ഉയർത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് കുറച്ച് പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്താൽ മതി. ഫസ്റ്റ് വേണ്ടത് അവയർനെസ് ആണ്. നിങ്ങളിങ്ങനെ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് ഏത് എമൗണ്ട് വരെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അല്ല, എഴുതുമ്പോൾ ആണെങ്കിലും പറയുമ്പോൾ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലാണെങ്കിലും എത്ര ഇൻകം എന്നുള്ളതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്നുള്ളത് ആലോചിക്കുക. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ്, നിങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലുള്ള ആൾക്ക് അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഇത്രയും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ആ ആൾക്ക് ഏത് എമൗണ്ടാണ് നോർമൽ എന്ന് ചിന്തിക്കുക. അപ്പോൾ അത് അവെയർ ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ എനർജറ്റിക് മിനിമം ഇതാണ്, എനിക്ക് എത്തേണ്ടത് ഇവിടെയാണ് എന്നുള്ള അവെയർനെസ് ആണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി എഴുതാൻ നോക്കുക. അതായത് ജസ്റ്റ് ആ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യുക. അതായത് ഞാൻ ഇത്രയും എമൗണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫീലിങ്സ് ഇങ്ങനെയായിരിക്കും, എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും, എൻ്റെ ഇമോഷൻസ് ഇങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഫർമേഷൻസ് പറയുക എന്നുള്ളതാണ്. അതായത് ഞാൻ കൂടുതൽ മണി റിസീവ് ചെയ്യാൻ റെഡിയാണ്, എൻ്റെ എനർജറ്റിക് മിനിമം ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് വേണമെങ്കിലും റിസീവ് ചെയ്യാൻ റെഡിയാണ്, എൻ്റെ ഫിനാൻഷ്യൽ ഫ്ലോ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഫർമേഷൻസ് എല്ലാ ദിവസവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പണം കിട്ടുമ്പോൾ ഒരിക്കലും ഭയം തോന്നാതിരിക്കുക, ഗിൽട്ട് തോന്നാതിരിക്കുക. നമ്മളിലേക്ക് കൂടുതൽ പണം വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കുക. അല്ലെങ്കിൽ ഞാനിത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ അധികമായിട്ടുള്ള പണം എന്നിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക. അതായത് നിങ്ങൾ ആയി തീരേണ്ട അവസ്ഥ ഉണ്ടല്ലോ, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ സാലറിയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ 2 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ആൾക്ക് ഉണ്ടാവേണ്ട ശീലങ്ങളിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുക. ഇപ്പോൾ അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ശീലങ്ങളുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ ചിലപ്പോൾ 2 ലക്ഷം രൂപ വാങ്ങുന്ന ആളുടെ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും
അല്ലെങ്കിൽ അത്രയും സാലറി അത്രയും ഇൻകം വാങ്ങുന്ന ആൾക്ക് ആവശ്യമില്ലാതെ എന്തെങ്കിലും സ്വഭാവ സവിശേഷതകൾ നമുക്കിപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജറ്റിക് മിനിമം ഉയർത്താനായിട്ട് സാധിക്കും. ഈ എനർജറ്റിക് മിനിമം ഉയർത്തുമ്പോൾ മാത്രമാണ് ആക്ച്വലി നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമ്മളായിരിക്കേണ്ട അവസ്ഥയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.